കേരള സർവകലാശാല യുവജനോത്സവത്തിൽ വിധികർത്താക്കൾ പണം വാങ്ങിയതായി സംശയം. സർവകലാശാല യൂണിയന്റെ പരാതിയിൽ 3 വിധികർത്താക്കളെയും അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി അജീഷ് ജയകുമാർ. അജീഷ്, സർവകലാശാല യൂണിയൻ പരാതി നൽകണമെങ്കിൽ അതിൽ കഴമ്പുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഗുരുതരമായ ഒരു ആരോപണവും അറസ്റ്റുമാണ്. അജീഷ്, കശ്മീർ തീർച്ചയായും ഗുരുതരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വെച്ച് യുവജനോത്സവത്തിന്റെ ഭാഗമായുള്ള മാർഗംകളി മത്സരം നടന്നത്. ഈ മത്സരത്തിന് ഫലം പ്രഖ്യാപിച്ചപ്പോൾ മാറി വീനസ് കോളേജ് 1ാം സ്ഥാനം, 2ാം സ്ഥാനം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിനുമായിരുന്നു വിധികർത്താക്കൾ നൽകിയത്. എന്നാൽ ഈ മത്സരത്തിനിടയിൽ തന്നെ ഈ മാറി വീനസ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ചില പിഴവുകൾ പറ്റിയെന്നും, എന്നാൽ അതുണ്ടായിട്ട് പോലും ഇവർക്ക് തന്നെ 1ാം സ്ഥാനം കൊടുത്തതിൽ ദുരൂഹതയുണ്ടെന്നും ആരോപിച്ച് ഇവരെ വിദ്യാർത്ഥികൾ തന്നെ തടഞ്ഞു വെക്കുകയായിരുന്നു. പിന്നീട് ഇവരുടെ മൊബൈൽ ഫോൺ അടക്കം ഈ വിദ്യാർത്ഥികൾ യൂണിയൻ ഭാരവാഹികളടക്കം പിടിച്ചു വെക്കുകയും പിന്നീടാണ് ഇന്ന് രാവിലെ കലോത്സവം താൽക്കാലികമായി നിർത്തിവെച്ചത്. ഇതിനെ തുടർന്ന് ഇന്ന് രാവിലെ സിൻഡിക്കേറ്റും അതേപോലെ തന്നെ സർവകലാശാല യൂണിയന്റെ ഭാരവാഹികളും അപ്പീൽ കമ്മിറ്റിയും അടക്കമുള്ളവർ ചേർന്ന് യോഗം ചേർന്നിരുന്നു. ഈ യോഗം ചേർന്നതിന് ശേഷമാണ് സർവകലാശാല യൂണിയൻ കന്റോൺമെന്റ് പോലീസിൽ പരാതി നൽകിയത്. ഇവർ 3 പേരും കോഴ വാങ്ങിയാണ് വിധി അട്ടിമറിച്ചതെന്നാണ് ആരോപണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ 3 പേരെ കൂടാതെ 3 പേരെയും ഒപ്പം തന്നെ ഒരു ഇടനിലക്കാരനെയും കന്റോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. ചോദ്യം ചെയ്തതിന് ശേഷം ഇവർ കോഴ വാങ്ങിയിട്ടുള്ളോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരും. കാശ്മീർ. അജീഷ് ജയകുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ അതിഗുരുതര ആരോപണമാണ്, ആഴത്തിൽ അന്വേഷണം വേണ്ട ആരോപണമാണ്. കേരള സർവകലാശാല യൂത്ത് ഫെസ്റ്റിവലിന്റെ തന്നെ ക്രെഡിബിലിറ്റിയെ ഇല്ലാതാക്കുന്ന ആരോപണമാണ്. അന്വേഷണം നടക്കട്ടെ എന്തായാലും.